ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സൗത്ത് ഇന്ത്യൻസിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇഡലിയും സാമ്പാറും ചട്നിയും. അപ്പോൾ അടിപൊളി ഒരു ഇഡലിയും സാമ്പാറിന്റെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന പച്ചരി. ഇവിടെ UK-യിൽ കിട്ടുന്ന സാധാ ലോങ് ഗ്രെയിൻ റൈസ് ആണ് പച്ചരി. ഇത് ഞാൻ 1 കിലോ പച്ചരി ഉണ്ട്. ഈ 1 കിലോ പച്ചരിക്ക് ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. ഇത് സ്പ്ലിറ്റ് ആയ ഉഴുന്നാണ്, ചിലപ്പോൾ മുഴുവൻ ഉഴുന്നും കിട്ടും. 1 കിലോ അരിക്ക് 1 കപ്പ് ഉഴുന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ചില സമയങ്ങളിൽ ഞാൻ 1 സ്പൂണ് ഉലുവയൊക്കെ ചേർക്കാറുണ്ട്. ഇന്നൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 2 സ്പൂണ് ചോറൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അരിക്കുമ്പോൾ. ഇത് 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുവാണ്. വീഡിയോ ദീർഘിക്കുന്നില്ല. ഇത് രണ്ടും സെപ്പറേറ്റ് പാത്രങ്ങളിലാണ് ഇട്ട് വെക്കുന്നത്. ഇതിനകത്ത് ഞാൻ അരി ഇടുമ്പോൾ മറ്റൊരു പാത്രത്തിലേക്ക് ഉഴുന്നിടും. അതൊന്ന് കുതിർത്ത് വെച്ച് 6 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് അരയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞ അളവിൽ അരിയും ഉഴുന്നും 2 സ്പൂൺ ചോറും കൂടെ 6 മണിക്കൂർ കുതിർത്ത് അരിയെടുത്ത് അരച്ച് ഒരു രാത്രി ഫുള്ള് ഫെർമെൻറ്റേഷന് വേണ്ടി വെച്ച്, അങ്ങനെ നമ്മൾ ഇപ്പം കറക്റ്റ് വൈകിട്ട് ഇവിടുത്തെ 8 മണിക്കാണ് അരച്ച് വെച്ചത്. ഇപ്പം ഇവിടെ രാവിലെ 6 മണിയായി. അപ്പം ഓൾമോസ്റ്റ് 10 മണിക്കൂറോളം ഇരുന്നു. ഇത് നമുക്ക് 8 മണിക്കൂർ കഴിയുമ്പം തൊട്ട് ഇത് നല്ലവണ്ണം പൊങ്ങി വരും. ഇത് നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ സ്റ്റീമറിൽ, ഞാൻ സ്റ്റീമർ ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. 1.5 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യവും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഓരോ തട്ടിലേക്കും, ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇവിടെ നല്ലവണ്ണം ഇപ്പം തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് ചൂടായി എപ്പോഴത്തേക്ക് അത് ഉരുകി വന്നേ. ഇനിയും ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഓരോ തട്ടിലേക്കുള്ള മാവുകൾ ഒഴിച്ചു കൊടുക്കാം. ചെറിയ തട്ടുകളായതുകൊണ്ട് ഒരുപാട് വലിയ ഇഡലി കിട്ടത്തില്ല. എനിക്ക് വലിയ ഇഡലിയാണ് ഇഷ്ടമേ. നമുക്ക് എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുത്ത് നമുക്ക് 10 മിനിറ്റ് അടച്ചു വെക്കും. അത് കഴിഞ്ഞേ തുറന്ന് നോക്കാവൂ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയാൽ ഇഡലി നല്ലവണ്ണം പൊങ്ങി വരില്ല. നല്ല കുടുന്നു വരണമെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കല്ലേ. ഇപ്പം നമ്മളുടെ ഇഡലി വെച്ചിട്ട് 10 മിനിറ്റ് ആയേ. ഞാനിത് അടപ്പ് മാറ്റി. ഇനി നമുക്ക് ഒരു കമ്പ് കൊണ്ട് ഒന്ന് കുത്തി നോക്കാമേ. ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ ഇത് വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. കറക്റ്റ് 10 മിനിറ്റിലാണ്. നമ്മുടെ സ്റ്റീമറിൽ വെക്കുന്ന ഇഡലി തട്ടിലെ ഇത് കണ്ടോ, ചെറിയ തട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇഡലിയും ചെറുതാണ്. ഞാൻ അതുകൊണ്ട് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ചെറിയ പാത്രമുണ്ട്. ഇതിനകത്ത് 3 പാത്രമേ കൊള്ളത്തുള്ളൂ. ഇത് ചെറിയ സ്റ്റീമറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി വെച്ചേക്കുവാണ്. ഇതിൽ കൂടെ ഞാൻ ഇഡലി ഒഴിച്ചു കൊടുക്കുവാണ്. എനിക്ക് വലിയ ഇഡലി കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ 3 ഇഡലി ഈ പാത്രത്തിൽ ഉണ്ടാക്കി എടുക്കുക. ഓരോ തവി മാവേ ഒഴിച്ചുള്ളൂ. ഒരുപാട് ഒഴിച്ചാൽ ചിലപ്പം വേകാൻ ഒരുപാട് സമയം എടുക്കും. ഇത് നമ്മൾ 10 മിനിറ്റിന് വേണ്ടി ഒന്ന് അടച്ചു കൊടുക്കട്ടെ. ഇഡലിയുടെ കൂടെ ഞാൻ ചമ്മന്തിയും സാമ്പാറും ഉണ്ടാക്കുന്നുണ്ട്. ചമ്മന്തിക്ക് വേണ്ടി ഒരു തേങ്ങ തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 7 ചെറിയ ഉള്ളി. ഇതിനകത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തവർക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടിയൂടാണ് ചേർക്കുന്നത്. ഇവിടെ മക്കൾക്ക് ഓറഞ്ച് കളറുള്ള ചമ്മന്തിയാണ് ഇഷ്ടം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1 ടീസ്പൂണാണ് നല്ല കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഈ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കട്ടെ. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. നമ്മളുടെ തേങ്ങ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ചമ്മന്തിക്ക് കടുക് വറുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണാണ്
ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങി. ഇതിലേക്ക് നമ്മൾ 2 ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു 2-3 ചുവന്ന മുളക് അത് 2ആയിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ. കറിവേപ്പിലയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പം നമ്മളുടെ ചുവന്ന ഉള്ളിയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഒരു പിഞ്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോഴാണ് നല്ല കളറ് കിട്ടുന്നത് നമ്മുടെ ചമ്മന്തിക്ക്. പിന്നെ അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉള്ള വെള്ളമൊക്കെ അവരവരുടെ ഗ്രേവിക്ക് അനുസരണം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. ഇപ്പം ഞാൻ 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കാൻ പോവാണ്. ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കാണിക്കാം. അപ്പോൾ 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ഗ്രേവിയുടെ തിക്നെസ് ഒക്കെ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ ഉപ്പൊക്കെ ഇപ്പം നോക്കണം. നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളി ചമ്മന്തിയാണ്. നല്ല മണം വരുന്നുണ്ട്. കാര്യം ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിനെ കടുക് വറക്കാൻ ഉപയോഗിച്ചത്. ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മാക്സിമം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പം നല്ല ഒരു ടേസ്റ്റും മണവും ഒക്കെയാണ്. ചെറിയൊരു തിള വന്നു. ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് പാത്രം അടുപ്പിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ ചമ്മന്തിയുടെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. ഇഡലിക്കുള്ള സാമ്പാറിന് വേണ്ടിയുള്ള കൂട്ടുകളൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. പരിപ്പ് 1/2 കപ്പ് പരിപ്പ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് എന്തൊക്കെ വെജിറ്റബിൾ ആണോ ഉള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് വഴുതനങ്ങ ഉണ്ടായിരുന്നു, അത് ചേർത്തു. കുറച്ച് കിഴങ്ങെടുത്തു, ക്യാരറ്റ്, ഒരു പച്ചയത്തയ്ക്ക, കുറച്ച് ബീൻസ്, പച്ചമുളക്. എന്താണേലും സാമ്പാറിനകത്ത് വെളുത്തുള്ളി ഞാൻ ചേർക്കാറുണ്ട്. അത് ഈ പരിപ്പൊക്കെ കിഴങ്ങും ഒക്കെ ഇടുന്നതുകൊണ്ട് ഗ്യാസ് ഒന്നും വരാതിരിക്കാൻ എപ്പോഴും വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് സാമ്പാറിന്. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം കഴുകി നമ്മൾ ഈ കുക്കറിൽ 1 വിസിൽ അടിക്കാൻ വേണ്ടി വെക്കാം. അപ്പം സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം കഴുകി എടുത്ത് വെച്ചേക്കോ. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും ചേർത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വേണ്ട 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. ഞാൻ നല്ലപോലെ കായം ചേർക്കും സാമ്പാറില്. പക്ഷെ ഞാൻ ആദ്യമേ കുറച്ച് കായപ്പൊടി ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മസാലകൾ ചേർക്കും. എന്നാലും ആദ്യം ഞാനൊരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും ചേർത്ത് അടപ്പടച്ച് വെക്കുവാണ്. കഷ്ണത്തിലൊക്കെ കായം പേടിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ 1 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കുക്കറിലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും കൂടെ വെച്ച് 1 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പം നമുക്ക് സവോള വഴറ്റി ഇതിനുള്ള മസാലകൾ ഉണ്ടാക്കാം. ഞാനതിന് ഒരു ടേബിൾ സ്പൂണിൻ്റെ 1/2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഹോം മെയ്ഡ് പുളിയാണ്. ഇതിൻ്റെ കുരു മാറ്റിയിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചാണ് ഇട്ടത്. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വെച്ചത്. വീണ്ടും 1/2 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്തു. അതുപോലെ തന്നെ സാമ്പാർ മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം ഏത് ബ്രാൻഡിൻ്റെ ആണെന്നൊന്നും കുഴപ്പമില്ല. ഇതിനകത്തേക്ക് ടീസ്പൂണിനാണ് 2.5 ടീസ്പൂണ് എന്ന് പറയുമ്പം 1 ടേബിൾ സ്പൂണ് വരുന്നില്ല, അത് കുറവാണ്. ഒരു 3/4 ടേബിൾ സ്പൂണോളമേ വന്നുള്ളൂ. 3/4 ടേബിൾ സ്പൂണോളം നമ്മൾ സാമ്പാർ പൗഡർ ചേർത്തു. അതുപോലെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി. അതുപോലെ നമുക്ക് കളറിന് വേണ്ടി മുളക് പൊടി വേണം, അതും ഒരു 1.5 ടീസ്പൂണ്.
കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഈ ചെറു തീയില് ഇപ്പം മീഡിയം ഫ്ലെയിമാണ്. ഇതിനകത്ത് ഈ മസാലകളെല്ലാം കൂടെ ഈ സവോളയുമായിട്ടൊന്ന് നല്ലവണ്ണം ഒന്ന് പച്ചവണ്ണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് വീണ്ടും നമ്മള് സാമ്പാറിന് കഷ്ണങ്ങള് ഒരു വിസിൽ വന്ന് ഇരിപ്പുണ്ട്. അത് പ്രഷർ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ ഈ മസാലയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതിലേക്ക് നമ്മൾ ഇനിയും ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഇപ്പം മസാലയൊക്കെ നല്ലവണ്ണം മൂത്ത മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ പൊടിച്ചത്, അതുപോലെ തന്നെ നമ്മൾ അര ടീസ്പൂണ് വരുന്ന അളവിലുള്ള കായപ്പൊടി, ആദ്യം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനിയും കുറച്ച് ഇതും കൂടെ നമ്മൾ ഈ ചെറിയ തീയിൽ ഈ മസാല മൂക്കുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് മൂപ്പിക്കുമ്പോഴാണ് നല്ല മണം വരും. ഇതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ഒരുപാട് വഴന്നു പോകണ്ട, ഒരു ചെറിയ തക്കാളി കഴുകി എടുത്ത് ചെറുതായിട്ട് മുറിച്ചെടുത്തതും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് നമ്മൾ ഈ കുക്കറിന്റെ പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മസാലയെല്ലാം വഴറ്റിയത് സാമ്പാർ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുളി ആയതുകൊണ്ട് ഇതിനകത്ത് കുരു കളഞ്ഞില്ലായിരുന്നു, അതാണിത്. അപ്പൊ ഇത് ഒരു ചെറിയ കഷ്ണം നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചു വെച്ച് ഇനിയും ഈ കഷ്ണങ്ങളിലേക്ക് ഇനിയും മസാലയെല്ലാം ഒന്ന് പിടിക്കട്ടെ. ഇത് എത്രമാത്രം തിക്കാക്കണം ലൂസാക്കണം എന്നൊക്കെ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് അതിന്റെ ഗ്രേവിയുടെ അളവൊക്കെ ക്രമീകരിക്കാം. ഇത് സാമ്പാറിന്റെ കൂടെ ഉള്ളതായതുകൊണ്ട് ഒരു മീഡിയം തിക്നെസ്സിലാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഉപ്പൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഈ മസാലയുടെ എല്ലാം മണം വെളിയിൽ പോകും. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ആ സാമ്പാർ അങ്ങനെ അടച്ചു വെക്കും. ഇഡലിയുടെ മാവ് കൊണ്ട് നമുക്ക് ദോശയും വേണേലും ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഡലിയും ഇഡലിയുടെ സാമ്പാറും അതുപോലെ ചട്നിയും വേണം. അപ്പം 1 കിലോ അരിയും 1 കിലോ അരിക്ക് 1 കപ്പ് ഉഴുന്ന്, 2 സ്പൂണ് ചോറ്, അത്രയുമാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അരച്ചെടുത്തത് കൊണ്ട് ഞാൻ അടിപൊളി ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഡലി ഇവിടെ സ്റ്റീമറിൽ വെച്ചാണ് ഇഡലി ഉണ്ടാക്കിയത്. സ്റ്റീമറിലെ ഇഡലി തട്ടിനകത്ത് അപ്പം ചെറിയ ഇഡലികളാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ചെറിയ സ്റ്റീലിന്റെ കുഞ്ഞു പാത്രങ്ങളുണ്ട്, അതിൽ വെച്ച് ഉണ്ടാക്കിയപ്പോൾ നല്ല കട്ടിയുള്ള എന്നാൽ നല്ല സോഫ്റ്റ് 1 കിലോ അരിക്ക് 1 കപ്പ് ഉഴുന്ന് ചേർത്ത് വെച്ചപ്പം ഇതിന്റെ അകം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര സോഫ്റ്റ് ആണ് ഇഡലി. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡലി, അതിന്റെ കൂടെ നല്ല അടിപൊളി ഒരു സാമ്പാറും ചട്നിയും ആണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. മക്കളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. മിനീസ് വേൾഡ് UK എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, മറക്കല്ലേ. അപ്പം ഞാൻ ഇഡലിയും സാമ്പാറും ഇന്ന് ഞങ്ങളുടെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കാൻ പോവുക, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ. ഇനി ക്യാമറ ഒന്ന് ഓഫ് ചെയ്തിട്ടേ എനിക്ക് ഇതെല്ലാം കഴിച്ചു തീർക്കണം. അപ്പം ഉടനെ കാണുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.